അതുകൊണ്ട് അതൊക്കെ കയ്യിൽ വെച്ച് അതൊക്കെ AK സെൻറ്ററിൽ പോയി പറഞ്ഞാൽ മതി. പരിക്കേറ്റ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കാലിന് നല്ല പെയിനുണ്ട്, ഇടത് കാലിന്. ചെരുപ്പ് അവിടെ പോയി. സംഭവിച്ചത് എന്താണെന്ന് അല്ല ഞാൻ ചോദിക്കട്ടെ, മേയറെ കാണാൻ വരുന്നവർ രാവിലെ മുതൽ ഭീഷണിപ്പെടുത്തി വിടുക. മേയർ വന്നപ്പോൾ തന്നെ മുമ്പ് നിന്ന് കുറച്ചൊരു മുദ്രാവാക്യം വിളിക്കുക. അവരെ മുദ്രാവാക്യത്തിന് കീഴടങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോകണോ? എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്, കളക്ടർ സത്യപ്രതിജ്ഞ ഇവിടെ അയച്ചത് ജനങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടി മേയറുടെ റൂമിൽ നിന്ന് പ്രവർത്തിക്കാനാണ്. അതിനുവേണ്ടി വരുമ്പോഴേക്കും അതിൻ്റെ മുമ്പിൽ കസേര വിളിച്ചിട്ട് അവർക്ക് ചെയ്യാമല്ലോ, 2 സൈഡിലും സമരം ചെയ്യാമല്ലോ. ഞങ്ങളൊന്നും പറയില്ല. ഈ റോഡിൻ്റെ 2 സൈഡിലും അവർ സമരം ചെയ്യുന്നു. അവരുടെ സമരത്തിന് ഞങ്ങൾ എപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ട്. അവരുടെ സമരം ചെയ്യാനുള്ള അവകാശമാണ്, ഞങ്ങളതിനെ ബഹുമാനിക്കുന്നു, അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ മേയറുടെ റൂമിൽ കയറാൻ സമ്മതിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുമോ? അതൊക്കെ അവരുടെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളണം. അത് നടക്കില്ല. ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ മേയറുടെ ഓഫീസിൽ ഒരു ദിവസം പോലും മേയറെ കയറാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമെങ്കിലും ഞങ്ങളിവിടെ സമരം നടത്തിയതിൻ്റെ റെക്കോർഡുകൾ കാണിക്കൂ. നിങ്ങളൊരു വിഷയമുണ്ടോ? ഞങ്ങൾ ചെയ്തിട്ടില്ല. മേയർ ഓഫീസിൽ കയറാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങളങ്ങ് നടത്തിയിട്ടില്ല. മേയറുടെ കസേര ഡോറിൻ്റെ മുമ്പിൽ കസേര എടുത്തിട്ടിട്ട് അവരിരിക്കുക രാവിലെ മുതൽ വന്നു പോകുന്ന ആൾക്കാരെയൊക്കെ തന്നെ പേടിപ്പിച്ച് വിടുകയും ചെയ്യുന്ന അങ്ങനെയല്ലേ? എനിക്ക് രാവിലെ 2 ചടങ്ങുള്ളതുകൊണ്ട് ഞാൻ 9:30 ഇവിടെ എത്തേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് എത്തിയപ്പോഴേക്കും ഓഫീസിൽ കയറാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ പറ്റില്ല. ജനാധിപത്യ സമരം ചെയ്തു. ഒരു രാജി ആവശ്യപ്പെട്ടാണ് സമരം. അതിലെന്തെങ്കിലും തീരുമാനമുണ്ടോ? അതൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തല്ലോ. ഞാൻ ഡൽഹിയിൽ വെച്ച് അന്ന് മറുപടി പറഞ്ഞു. അതൊക്കെ അതൊന്നുമല്ല പ്രശ്നം. കോർപ്പറേഷൻ ഓഫീസിൽ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുന്നില്ല. വനിതകളായിട്ടുള്ള ജയിച്ചു വന്ന ജനപ്രതിനിധികളെ ആക്രമിക്കുക, അതാണ് അവിടുത്തെ പ്രശ്നം. അത് അവർ അവസാനിപ്പിച്ചേ പറ്റൂ. അതിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. സമരത്തിൽ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്തേ? അല്ല, ഇന്ന ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ആവശ്യത്തിൽ കൂടുതൽ ആവശ്യം നമ്മൾ സംസാരിച്ചു. ഇനി അടുത്തൊരു സ്റ്റേജ് വരുമ്പോൾ സംസാരിക്കാം. അത് ഞങ്ങളുടെ സുഹൃത്തെ അതിൽ നിങ്ങൾക്കായിരിക്കും പ്രതിസന്ധി, CPM പ്രതിസന്ധി ആയിരിക്കും. ഇവിടെ ജനങ്ങൾക്കും കൗൺസിലർ ഭരണസമിതിക്ക് ഒരു ഞാൻ പറയാം. ഇന്ന് നമുക്ക് വിജിൻ ഞാൻ അതിൽ മറുപടി പറയില്ല. കാരണം ഒരുപാട് മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാൻ തരാം. ഇന്ന് അതിൻ്റെ ദിവസമല്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് കോർപ്പറേഷൻ ഓഫീസിൽ വരണം. അതിന് അക്രമവും അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുന്നത് അനുവദിക്കാൻ പറ്റില്ല. മേയർക്ക് വരണം, കൗൺസിലർമാർക്ക് വരണം, ഡെപ്യൂട്ടി മേയർക്ക് വരണം. അതിനൊന്നും തടയാനോ അല്ലെങ്കിൽ അക്രമം കാണിക്കാനൊന്നും പറ്റില്ല. കൗൺസിൽ ഞാനതിന് ആദ്യ ദിവസം തന്നെ മറുപടി പറഞ്ഞില്ല. എല്ലാ ദിവസം പറയണത് എന്തിനാ? അതിനൊക്കെ ആദ്യ ദിവസം പറഞ്ഞ മറുപടി തന്നെയാണ് കൂടുതൽ ഉറച്ചിരിക്കുകയാണ്. ആയിക്കോട്ടെ, ഞങ്ങളല്ലേ സർക്കാർ, കൊടുത്ത സർക്കാരിനെ ചോദിച്ചു നോക്കണം. നിങ്ങൾ ഇത് വല്ലതും പറയാം. അതൊക്കെ വിട്ടേ. അതാണോ? അങ്ങനെ ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കണം. അത് മാറ്റാൻ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ആണോ? അത്ര വലിയ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ? അത് നിങ്ങളല്ലേ. ഞങ്ങൾ ചെയ്യുന്നത് താങ്കൾ ചെയ്യും, ഞങ്ങൾ ചെയ്യുകയാണ്. സുഹൃത്തെ, ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. കൗൺസിൽ 29 കൂടുന്നുണ്ട്. ഞാൻ വളരെ നേരത്തെ കണ്ട് പറഞ്ഞാണല്ലോ, 29 കൂടും. 29 തീയതി അതിന് മുമ്പായിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടേണ്ടവരെ ഇവരൊക്കെ തന്നെ. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടവരാ. അവർ രാവിലെ മുതൽ ഇങ്ങനെ ഉപദ്രവിച്ച സമരം ചെയ്യട്ടെ, പുറത്ത് സമരം ചെയ്യട്ടെ. ഞങ്ങളതിനെ പിന്തുണയ്ക്കില്ല. സമരത്തെ റെസ്പെക്ട് ചെയ്യുന്നു. ജനാധിപത്യ അവകാശത്തെ പിന്തുണയ്ക്കുകയാണ്. നഗരസഭ ജനങ്ങളുടെ ഇടയിൽ വളരെ നല്ല പേരുണ്ടാക്കി പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് ആക്രമണം ഉണ്ടാക്കുക എന്നുള്ള. പിന്നെ വേറൊന്നുണ്ട്, ഇതിൻ്റെ പ്രശ്നം അടിസ്ഥാന പ്രശ്നമൊന്നുമല്ല. ഈ കുറേ നേതാക്കന്മാർ കുറേ കടകളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഈ പാളയത്ത് കിട്ടാപ്പിരി വാങ്ങിച്ചുകൊണ്ടിരുന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പലർക്കുമാണ്. അതൊക്കെ നിന്നപ്പോഴേക്ക് പട്ടിണിയാവുന്നുള്ള ആശങ്കയിലാണ്. ഈ പാളയത്തെ ഗുണ്ടാപ്പിരിവ് നിർത്തിയത് ചില കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങുകൾ എടുത്തിട്ട് പാർട്ടി ഓഫീസ് നടത്തിയത് പൊളിച്ചത്. അതിനകത്തുനിന്ന് ജയ രാജു ഉൾപ്പെടെയുള്ളവർ മദ്യക്കുപ്പികൾ കണ്ടെടുത്തത്. കഴിഞ്ഞ ദിവസം പാറ്റൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പോയിട്ട് അവിടെ നമ്മുടെ കുറവങ്കോണം പാർക്കിൽ നിന്ന് പാർട്ടി കൊടികളും മദ്യക്കുപ്പികളും കണ്ടെത്തത്. ചെമ്പഴന്തി ഉദയനും പാറ്റൂർ രാധാകൃഷ്ണൻ കൂടെ പോയിട്ട് ഇതൊക്കെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് കൈവിട്ട കളി കളിക്കുകയാണ്. നടക്കില്ല. ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് തീരുമാനിച്ചു തന്നെയാണ്. ഞാൻ ഡൽഹിയിൽ വെച്ച് പറഞ്ഞ കാര്യമല്ലേ അത്? ഞാൻ ഡൽഹിയിൽ വെച്ച് കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയുന്നു. അല്ല, ഞാൻ ഡൽഹിയിൽ വെച്ച് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതൊക്കെ അവിടുത്തെ ഒരു പാർട്ടി കോർപ്പറേഷൻ്റെ ഒരു ഓഫീസിനകത്ത്. എവിടെ? ഇത് അംഗൻവാടി. കോർപ്പറേഷൻ്റെ ഒരു അംഗൻവാടിക്കകത്ത് കെട്ടിയിരിക്കുന്നത് ഇതാ. കോർപ്പറേഷൻ്റെ ഒരു അംഗൻവാടി കെട്ടാൻ ചെമ്പഴന്തി ഉദയനും പാറ്റൂർ രാധാകൃഷ്ണൻ കൂടെ പോയിട്ട് കഴിഞ്ഞ ദിവസം കണ്ടെടുത്താണ് കുറവങ്കോണത്ത്. പരുക്ക് പറ്റിയിട്ടുണ്ട്. അല്ല, പോലീസ് സ്വാഭാവികമായിട്ട് എന്തേ എല്ലാ കാര്യങ്ങളും പോലീസ്. ഞാൻ വന്ന എൻ്റെ ഓഫീസിൽ കയറി, എന്നെ തടഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഓഫീസിൽ കയറുമ്പോഴേക്കും കസേരടുത്ത് മുമ്പിട്ട് എന്നെ തടഞ്ഞ് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൗൺസിലേഴ്സ് പുരുഷന്മാർ അവിടെ വന്നിട്ട് ഞാൻ അവരെ കീഴടങ്ങി തിരിച്ചു പോകണോ? തീർച്ചയായിട്ടും അതിലെ അവിടെ തടഞ്ഞു നിർത്തുകയും ചെയ്ത്
എന്തേ അല്ല പോലീസ് തീർച്ചയായിട്ടും പരിക്കേറ്റ കുട്ടികളുണ്ടല്ലോ അത് നടക്കില്ല. ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുക, ഓരോരുത്തരും പരിശോധിച്ചുകൊണ്ടിരിക്കുക. കുറച്ചുപേർ അങ്ങോട്ടകത്തോട്ട് പോയിട്ടുണ്ട്, കുറച്ചുപേർ ഫ്രഷ് ആകാൻ പോയിരിക്കുക. പരിക്ക് എവിടെയൊക്കെ നോക്കണ്ടേ? അല്ലേ, അവരെല്ലാവരും ഹോസ്പിറ്റലൈസ് ചെയ്യണം. എല്ലാ പരിക്കും അങ്ങനെ പറ്റില്ല. ഈ സംഘർഷം മനഃപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് അവർ രാവിലെ. തീർച്ചയായിട്ടും അല്ല, അതിൻ്റെ ആശങ്കയിൽ പ്രവർത്തനങ്ങൾ മാത്രമല്ല, കാലിൻ്റെ അവിടെ ഇവിടെയൊക്കെ പെയിനുണ്ട്. പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വലിയ ജനപിന്തുണ നേടുകയാണ്. അതിന് അട്ടിമറിക്കാനുള്ള പരിശ്രമം ഒരു കാരണവശാലും അതൊന്നും അനുവദിക്കില്ല. ഈ കയ്യാങ്കളിയും കോർപ്പറേഷൻ ഓഫീസിലുള്ള അക്രമം ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് അവസാനിപ്പിക്കണം. തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങൾ നേരിടും. ഈ കയ്യാങ്കളി അക്രമമൊക്കെ അവസാനിപ്പിക്കണം. അതിനൊന്നും മുതിരണ്ട. കോർപ്പറേഷൻ ഓഫീസ് സംഘർഷ ഭൂമിയാക്കാൻ സമ്മതിക്കില്ല. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.